മസൂദിന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും അവരവരുടെ തോക്കുകളെടുത്ത് ബുള്ളറ്റ് ലോഡ് ചെയ്തു. മൊബൈൽ ടോർച്ചുകളുടെ വെളിച്ചത്തിൽ ഓരോ ചുവടുകളും ശ്രദ്ധയോടെ വെച്ച് തോക്കുകൾ ചൂണ്ടി അവർ മുന്നോട്ട് നീങ്ങി. സമയം അപ്പോൾ 2 മണിയോടടുത്തിരുന്നു. അങ്ങനെ ദുർഘടമായ ആ പാത നീണ്ടി അവർ പുഴയുടെ അടുത്തെത്തി. ഭാഗ്യത്തിന് അതുവരെ ഒരു മൃഗത്തെയും അവർക്ക് കാണേണ്ടി വന്നില്ല. ഇനി പുഴ നീന്തി ഒരു കയറ്റം കയറിയാൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. പുഴവക്കത്തേക്ക് എത്താനായപ്പോഴാണ് പുഴയിലെ വെള്ളത്തിന്റെ അനക്കം അവർ ശ്രദ്ധിച്ചത്. എല്ലാവരും എത്തിയിടത്ത് തന്നെ നിന്ന് പുഴയിലേക്ക് നോക്കി. എന്തോ ഒരു ജീവി പുഴയിലുണ്ട്. അതിന്റെ ചലനങ്ങൾക്കനുസരിച്ചാണ് പുഴയിൽ വെള്ളമനങ്ങുന്നത്. ഉടൻ തോക്കു ചൂണ്ടാൻ നിന്ന സുമേഷിനെ തടഞ്ഞുകൊണ്ട് മസൂദ് പറഞ്ഞു, വേണ്ട, നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്താൽ അത് ഉറങ്ങുന്ന പലതിനെയും ഉണർത്താൻ കാരണമാകും. മാത്രമല്ല, വെള്ളത്തിനടിയിലേക്ക് നാം വെടിവെക്കുന്നത് ചിലപ്പോൾ പാഴായി പോകാനും സാധ്യതയുണ്ട്. അവർ അങ്കലാപ്പിലായി. ഇതിപ്പോൾ തോക്കുപോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. എല്ലാവരും നിസ്സഹായരായി ഭയത്തോടുകൂടി മസൂദിന്റെ മുഖത്തേക്ക് നോക്കി. മസൂദിന്റെ മുഖത്ത് ഒരല്പവും ഭയമുണ്ടായിരുന്നില്ല. തന്റെ തോക്കും മൊബൈലും അടുത്തുണ്ടായിരുന്ന ജയ്സിന്റെ കയ്യിലേൽപ്പിച്ച് മസൂദ് ചുറ്റും നോക്കി. അല്പനേരം പരതി നോക്കിയ ശേഷം പുഴവക്കത്തുണ്ടായിരുന്ന അറ്റം കൂർത്ത ഒരു കരിങ്കല്ല് മസൂദ് കയ്യിലെടുത്തു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മസൂദ് പതിയെ മുന്നോട്ട് നടന്നു. സർ, അത് വേണോ? രതീഷാണ് ചോദിച്ചത്. മസൂദ് ചൂണ്ടുവിരൽ മൂക്കത്തേക്ക് വെച്ച് അവരോട് നിശബ്ദരാകാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് നോക്കി നിന്നു. മസൂദ് ശബ്ദമുണ്ടാക്കാതെ പുഴയുടെ അടുത്തേക്ക് നീങ്ങി. നോക്കി നിൽക്കുന്നവരുടെയെല്ലാം ഹൃദയമിടിപ്പ് കൂടിയിരുന്നു. അവരെല്ലാവരും തോക്കു ചൂണ്ടിക്കൊണ്ട് കാത്തുനിന്നു. അപ്പോഴേക്കും പുഴയിലെ അനക്കം നിലച്ചിരുന്നു. അല്പനേരം അനങ്ങാതെ നിന്ന് വലത് കൈയിൽ കല്ല് മുറുകെ പിടിച്ച ശേഷം ഇടത് കൈകൊണ്ട് വെള്ളം പതുക്കെ ഇളക്കി. അടുത്ത നിമിഷം ഭീമാകാരനായ ഒരു മുതല വെള്ളത്തിൽ നിന്നും മസൂദിന്റെ ദേഹത്തേക്ക് കുതിച്ചു. അവരെല്ലാവരും പേടിയോടെ ഒരു ചുവട് പിന്നോട്ട് വെച്ചു. പക്ഷേ തന്ത്രശാലിയായ മസൂദിന്റെ കയ്യിലെ കൂർത്ത കല്ല് അതിനകം മുതലയുടെ തലയിൽ പതിച്ചിരുന്നു. പെട്ടെന്നുള്ള അടിയുടെ ആഘാതത്തിൽ ആ ജീവി നിലത്തു വീണു. അപ്പോഴേക്കും മസൂദിന്റെ കൈകൾ പലതവണ ആ മുതലയുടെ തല ലക്ഷ്യമാക്കി ഉയർന്നു താണിരുന്നു. അത് നിശ്ചലമായി എന്ന് മനസ്സിലായ ഉടനെ മസൂദ് തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, പെട്ടെന്ന് പുഴ കടക്കൂ. ധൃതിയിൽ അവരെല്ലാവരും പുഴ കടന്നു. പിന്നീട് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഒരോട്ടമായിരുന്നു എല്ലാവരും. അവർ കുറച്ചു കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിലെത്തിക്കഴിഞ്ഞു. ഓടിയതിന്റെ കിതപ്പ് മാറ്റുന്നതിനിടയിലും ലാഘവത്തോടെ സ്റ്റേഷൻ മാസ്റ്ററുടെ റൂം തേടി പോകുന്ന മസൂദിനെ ബഹുമാനത്തോടെ അവർ നോക്കി. രാത്രി വണ്ടികളൊന്നും വരാനും പോകാനും ഇല്ലാത്തതിനാലാകും സ്റ്റേഷനും പരിസരവും ശൂന്യമായിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെ പൊടി പോലും അവിടെയില്ലായിരുന്നു. അപ്പോഴേക്കും മസൂദിന്റെയും ജയ്സിന്റെയും രതീഷിന്റെയും ഫോണുകൾ ശബ്ദിച്ചു. SMS വരുന്ന ശബ്ദമായിരുന്നു അത്. മൂന്നിലേക്കും മീര അയച്ച മെസ്സേജുകളായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിധിയിലെത്തിയപ്പോൾ നെറ്റ്വർക്ക് കവറേജ് വന്നതുകൊണ്ട് തലേന്ന് വൈകിട്ടയച്ച മെസ്സേജുകൾ വന്നതാണ്. സർ, പ്ലീസ് കോൾ മീ, അർജന്റ്. ഈ മെസ്സേജ് തന്നെയാണ് പലതവണ 3 പേരിലേക്കായി എത്തിയിരിക്കുന്നത്. ഓ, മീര പലതവണ നമ്മെ കിട്ടാൻ ട്രൈ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. മസൂദ് അവളുടെ നമ്പർ ഡയൽ ചെയ്തു. അസമയമായതുകൊണ്ട് ഒരൊറ്റ തവണ റിങ് ചെയ്തപ്പോൾ തന്നെ കട്ടാക്കി. എന്നാൽ അപ്പോൾ തന്നെ മീരയുടെ നമ്പറിൽ നിന്നും ഫോൺ വന്നു. മസൂദ് ഉടൻ തന്നെ അറ്റൻഡ് ചെയ്തു. മീര? മീര തലേന്നത്തെ സംഭവങ്ങൾ വിശദീകരിച്ചു. അവൾക്ക് ഉറക്കം വന്നിട്ടില്ലായിരുന്നു. മീര പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിനു ശേഷം മസൂദ് മറുപടി പറഞ്ഞു. ഞങ്ങൾ റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടുപോയതാ മീര. താൻ പേടിക്കണ്ട. ഇനി ആ ഡോക്ടറുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് അയാൾ വരികയോ വിളിക്കുകയോ ചെയ്താൽ ഞാനുമായി ബന്ധപ്പെടാൻ പറഞ്ഞാൽ മതി. ഞങ്ങൾ പരമാവധി വേഗം അവിടെ എത്തും. എന്തായാലും അവിടെ എത്തിയിട്ട് ആ ഡോക്ടറെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു ഞാൻ. താൻ സമാധാനമായി ഉറങ്ങിക്കോ മീര. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് മോർണിംഗ് പറയാൻ സമയമായല്ലേ. എന്തായാലും ഗുഡ് ബൈ. മസൂദ് ഫോൺ വെച്ചു. പാവം, കുറെ വിഷമിച്ചു. മസൂദ് മുഴുവൻ കാര്യങ്ങളും അവർക്ക് വിവരിച്ചു നൽകി. സർ, ആ ഡോക്ടർക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതല്ലേ. ജയ്സനായിരുന്നു അത് പറഞ്ഞത്.
അതെ, അയാളിൽ നിന്ന് നമുക്ക് പലതും കിട്ടാനുണ്ട്. വീരമണി പറഞ്ഞ കഥയും അവിടെ വെച്ച് മസൂദ് അവരോട് പറഞ്ഞു. അപ്പോൾ പ്രവീൺ ഡോക്ടറെ പൊക്കിയാൽ നമുക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടും അല്ലേ സർ? രതീഷ് ചോദിച്ചു. നോക്കാം, എല്ലാവരും വരൂ, രതീഷ് അല്പം ശബ്ദമുയർത്തി പറഞ്ഞു. അതിനകം എല്ലാവരും റെയിൽവേ സ്റ്റേഷനുകളിലെ സീറ്റുകളിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. നമ്മളിവിടെ ഇരിക്കുന്നത് അപകടമാണ്. ആ വീരമണി ഉണ്ടെന്നാൽ അവൻ ആളെ കൂട്ടി വരാൻ സാധ്യതയുണ്ട്. തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് ഈ പാളത്തിലൂടെ നടന്നെത്തിയാൽ നാം സുരക്ഷിതരാകും. ഒരു 5 കിലോമീറ്റർ. നിങ്ങൾ റെഡിയാണെങ്കിൽ? മസൂദ് എല്ലാവരോടുമായി പറഞ്ഞു. യെസ് സർ. അവർ ഒരേ സ്വരത്തിൽ സമ്മതിച്ചു. എങ്കിൽ നമുക്ക് നടക്കാം. നേരം പുലർന്നാൽ രാജേശ്വരനെ ബന്ധപ്പെട്ട് അടുത്ത സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പോകാനുള്ള വണ്ടി ഏർപ്പാടാക്കാം, മസൂദ് ആവേശത്തോടെ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും പാളത്തിൽ ഇറങ്ങി നടന്നു. 2 പേർ വീതം നടക്കാനുള്ള വീതിയെ ആ പാളത്തിനുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും പിറകിലായി മസൂദും ജയ്സനും സംസാരിച്ചു നടന്നു. അടുത്ത സ്റ്റേഷനായ റെന്നിമേട് എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങിയിരുന്നു. മസൂദ് രാജേശ്വരൻ എസ്.പിക്ക് വിളിച്ചു. അയാൾ പറഞ്ഞതനുസരിച്ച് അരമണിക്കൂറിനകം അവർക്ക് പോകാനുള്ള എഞ്ചിനെത്തി. ഏകദേശം 5:30 അവർ മേട്ടുപ്പാളയത്തെത്തി. അവർ റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിയപ്പോഴേക്കും സ്റ്റേഷനിലേക്ക് ആളുകൾ പ്രവഹിച്ചു തുടങ്ങിയിരുന്നു. മസൂദിന്റെ നിർദ്ദേശപ്രകാരം കാറിന് സമീപത്ത് നിന്നിരുന്ന പോലീസുകാരടക്കം അവരെല്ലാവരും മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു. മസൂദിന്റെ കാറിൽ ജയ്സനും രതീഷും മാത്രമാണ് കയറിയത്. മറ്റുള്ളവർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനങ്ങളുണ്ടായിരുന്നു. എസ്.പി രാജേശ്വരത്തെ വിളിച്ച് നന്ദി പറഞ്ഞ് മസൂദ് കാർ സ്റ്റാർട്ട് ചെയ്തു. തലേന്ന് രാത്രി അവരറിയാതെ നടന്ന സംഭവങ്ങൾ മുഴുവനും മസൂദ് വിവരിച്ചു. സർ, ആ വീടിനുള്ളിൽ എന്തായിരുന്നു? രതീഷിന് ആകാംക്ഷയേറി. പറയാം. അതിനു മുമ്പ് വീരമണി പറഞ്ഞ കഥയുടെ ബാക്കി നമുക്ക് കിട്ടണം, മസൂദ് പറഞ്ഞു. അതിനി എങ്ങനെ കിട്ടാനാണ് സാർ? രതീഷ് ആശങ്ക പ്രകടിപ്പിച്ചു. രതീഷ്, വീരമണിയിൽ നിന്ന് കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് പൂരിപ്പിക്കണം ആ വിട്ട ഭാഗം നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച്. ജയ്സൺ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ, മസൂദ് ജയ്സനോടായി പറഞ്ഞു. അല്പം ആലോചിച്ച ശേഷം ജയ്സൺ പറഞ്ഞു. അന്ന് ദേഷ്യം പിടിച്ച് അവരുടെ കാട്ടിൽ നിന്ന് തിരിച്ചുപോയ 2 ഡോക്ടർമാർ. അവർ മാനുവൽ ഡോക്ടറും പ്രവീൺ കുമാർ ഡോക്ടറുമായിരിക്കും. തങ്ങളുടെ പദ്ധതി പൊളിച്ച ആ പെൺകുട്ടിയെ ആ ഡോക്ടർമാർ വല്ലതും ചെയ്തു കാണും. അതിന്റെ പ്രതികാരമായിരിക്കും ഈ കൊലപാതകം. സർ, മരണകാരണത്തിന് ആധാരമായ പാമ്പിന്റെ വിഷം ഇവിടെ നിന്ന് ഈ കാട്ടുവാസികളുടെ സഹായത്തോടെ കൊണ്ടുപോയതാകുമല്ലോ. ജയ്സൺ മസൂദിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന ഡോക്ടറുടെ വിസിറ്ററായ ആ സ്ത്രീ ഈ കാട്ടുവാസികളുടെ സഹായത്തോടെ മാനുവൽ ഡോക്ടറെ കൊന്നെന്നാണോ ജയ്സൺ പറഞ്ഞത്? മസൂദ് ചോദിച്ചു. അതെ സർ, ജയ്സൺ ആവേശത്തോടെ പറഞ്ഞു. രതീഷ് എന്തു പറയുന്നു? ഡ്രൈവ് ചെയ്യുന്ന രതീഷിനോടായി മസൂദ് ചോദിച്ചു. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു സാർ. രതീഷും ആ അഭിപ്രായക്കാരനായിരുന്നു. തങ്ങളുടെ ശത്രുവായ തങ്ങൾ ആക്രമിച്ച ഒരു പെണ്ണിന്റെ കൂടെ ഡോക്ടർ രാത്രി ഇറങ്ങിപ്പോയതെന്നാണോ നിങ്ങൾ പറയുന്നത്? മസൂദ് ഇരുവരോടുമായി ചോദിച്ചു. ഓ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല സാർ, ജയ്സൺ പറഞ്ഞു. ഇനി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ ഈ കാട്ടുഗ്രാമത്തിൽ അവൾ മുഖേന ഡോക്ടർമാർക്ക് പ്രവേശിക്കാമായിരുന്നല്ലോ. അത് ഇവിടെ നടന്നിട്ടില്ല. മാത്രമല്ല, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഈ പ്രശ്നത്തിൽ നാം കരുതുന്നത് പോലെ ഡോക്ടർ മാനുവലും പ്രവീണുമാണെങ്കിൽ അവർ എന്തുകൊണ്ട് പ്രവീണിനെ കൊന്നില്ല? മസൂദ് പറഞ്ഞു. അത്രയ്ക്കൊന്നും ചിന്ത പോയില്ല സാറേ, നിരാശ പുറത്തു കാണിക്കാതെ ജയ്സൺ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഞാൻ ആ വീട്ടിൽ കണ്ടത് പറയാം. അവിടെ ഒരു കട്ടിലിൽ ഒരു പെൺകുട്ടി അവശനിലയിൽ കിടക്കുന്നുണ്ട്. അതിനടുത്ത് ഒരു കസേരയിലായി നാം അന്വേഷിച്ചു പോയ സ്ത്രീ ഇരുന്നുറങ്ങുന്നു. പക്ഷേ നാം ഫോട്ടോകളിലും ഫൂട്ടേജുകളിലും കണ്ടതുപോലെ സ്ത്രീയായിട്ടല്ല, ഒറിജിനൽ ഒരു പുരുഷനായിട്ട്. മസൂദ് അത് പറഞ്ഞപ്പോൾ അവർ 2 പേരും അമ്പരന്നുപോയി. രതീഷിന് കാറിൽ നിന്ന് കിട്ടിയ മുടി ഞാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അത് കൃത്രിമമാണെന്ന് അറിഞ്ഞപ്പോഴേ അതൊരു പുരുഷനാണെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു, മസൂദ് വീണ്ടും പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ സാർ. അയാളാണ് ആ പെൺകുട്ടിയുടെ സഹായി. ആ പെൺകുട്ടി സുഖമില്ലാതെ കിടപ്പിലാണെന്ന് സാറ് പറഞ്ഞല്ലോ. ആ ഡോക്ടർമാർ ആക്രമിച്ചതാകും അവളെ. അതിനുള്ള പ്രതികാരമായിരിക്കും ഡോക്ടറുടെ കൊലപാതകം.
ജയ്സന് ധൃതി കൂടി. സോ സിമ്പിൾ അല്ലേ? പക്ഷേ ജയ്സൺ, അവളെ ആക്രമിച്ചതിന് പകരം അയാളെ അവർ കൊന്നത് എന്തിനായിരിക്കും? മാത്രമല്ല, അവളുടെ ശല്യം തീർക്കാനായിരുന്നുവെങ്കിൽ ഡോക്ടർമാർ കൊല്ലാതെ അവളെ വെറുതെ ആക്രമിച്ചു വിട്ടത് എന്തിനായിരിക്കും? അതുകൊണ്ട് ശല്യം തീരുന്നില്ലല്ലോ. മാത്രമല്ല, പ്രവീൺ കുമാർ എന്ന ചോദ്യചിഹ്നം അവിടെയും ബാക്കിയാണ്. എന്തായാലും അയാളെ, ആ പ്രവീൺ കുമാറിനെ ഒന്ന് കുടഞ്ഞെറിഞ്ഞാൽ നമുക്ക് ആ കഥയുടെ ബാക്കി ലഭിച്ചേക്കും, മസൂദ് പ്രതീക്ഷയോടെ പറഞ്ഞു. സംസാരത്തിനിടയിൽ ജയ്സന് ഒരു ഫോൺ വന്നു. സംസാരിച്ച് തീർന്നതിനു ശേഷം മസൂദിനോടായി ജയ്സൺ പറഞ്ഞു, സർ, നാളെ ഭാര്യയെ പ്രസവത്തിന് അഡ്മിറ്റ് ആക്കുകയാണ്. കുറച്ചു ദിവസത്തേക്ക് ഞാൻ ലീവ് എഴുതിയിരുന്നു. പ്രതീക്ഷയോടെ അവൻ മസൂദിന്റെ മുഖത്തേക്ക് നോക്കി. ഭാവഭേദമില്ലാതെ മസൂദ് പറഞ്ഞു, ഓ, ഞാനത് മറന്നിരുന്നു. അപ്പോൾ നിന്റെ പകരം? ചോദ്യഭാവത്തിൽ മസൂദ് ജയ്സന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ സന്തോഷിനോട് പറഞ്ഞിരുന്നു സാർ. അപ്പോഴേക്കും മസൂദിന്റെ ഫോൺ ബെല്ലടിച്ചു. മീരയായിരുന്നു. സർ, അയാൾ വിളിച്ചിരുന്നു, ആ ഡോക്ടർ. ഞാൻ സാറിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. മീര, അയാളെ വിളിച്ച് നമ്മുടെ ഓഫീസിലേക്ക് വരാൻ പറയൂ. 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളെത്തും. അതുവരെ അയാളെ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യണം. നമുക്ക് ആവശ്യമുണ്ട് അയാളെ, മസൂദ് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. അവർ ചായ കുടിക്കാനായി ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോഴേക്കും 9 മണിയായിരുന്നു. ചായ കുടിച്ച് കാറിൽ കയറുന്നതിനിടയിൽ മസൂദിന്റെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. അറിയാത്തൊരു നമ്പറിൽ നിന്നായിരുന്നു. ഹലോ. മസൂദ് അറ്റൻഡ് ചെയ്തു. നമസ്കാരം, ഞാൻ സുദേവൻ, തൊടുപുഴ MLA. മറുതലയ്ക്കിൽ നിന്നും ഇത്രയും കേട്ടപ്പോൾ തന്നെ മസൂദിന് ചിരി വന്നു. സർ, SP മസൂദ് ഷെരീഫ്, മസൂദ് മറുപടി പറഞ്ഞു. എടോ, താൻ അന്വേഷിക്കുന്ന കേസിന് വേണ്ടി എന്റെ വേണ്ടപ്പെട്ട ഒരാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്, MLA കടുത്ത സ്വരത്തിൽ പറഞ്ഞു. സോറി സർ, അയാൾ സാറിന്റെ വേണ്ടപ്പെട്ട ആളായത് എന്റെ കുറ്റമല്ല, മസൂദ് കൂളായി പറഞ്ഞു. എന്താ പറഞ്ഞത്? MLA സ്വരം കനപ്പിച്ചു. എന്റെ സാറേ, നിങ്ങളെന്ത് വിഡിത്തമാണ് പറയുന്നത്? ഇനി കേസിന്റെ പ്രതി സാറിന്റെ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ അയാളെ ഞങ്ങൾ വിട്ടയക്കേണ്ടി വരുമോ? ഒട്ടും മയത്തിലല്ലായിരുന്നു മസൂദിന്റെ സംസാരം. ഇതിനൊക്കെ കുറച്ച് രീതികളൊക്കെ ഇല്ലേ സാറേ? അതൊന്നും സാറിനറിയില്ലേ? പിന്നെ സാറിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാനിപ്പോൾ ആ ഫോൺ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാർ എന്താന്ന് വെച്ചാ ചെയ്യേ. ഒരു കാര്യം കൂടി പറയാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഫോണിൽ റെക്കോർഡാണ്. കേരളത്തിലെ ഒരുമാതിരി ചാനലുകളൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുമുണ്ട്. 2 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. എനിക്കെതിരെ കളിച്ചാൽ സാറെടുത്ത് തെരഞ്ഞെടുപ്പിൽ നിയമസഭ കാണില്ല സാറേ. മസൂദ് ഇത്രയും പറയുമ്പോഴേക്ക് ജയ്സനും രതീഷുമൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. മസൂദിന്റെ വിരട്ടൽ കുറുക്കിക്കൊണ്ടു. MLA പറഞ്ഞു, ചതിക്കല്ലേ മോനെ, നീ ആ ഫോൺ ഒരിക്കലും കൊടുക്കണ്ട. അയാൾക്ക് ഞാനൊരു പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തോളാം. എന്തായാലും സാറ് നേരിട്ട് വിളിച്ചതല്ലേ, 1 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറ, സാറിൻ്റെ വേണ്ടപ്പെട്ട ആളോട്. ഞാൻ കൊടുക്കാം അയാൾക്ക് ഫോൺ. മറുപടിക്ക് കാത്തു നിൽക്കാതെ മസൂദ് ഫോൺ കട്ട് ചെയ്തു. സാറൊരു സംഭവം തന്നെ സാറേ, രതീഷ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. കൃത്യം 10 മണിക്ക് ഓഫീസിന് മുന്നിൽ കാർ എത്തുമ്പോൾ ഡോക്ടർ പ്രവീൺ കുമാറിന്റെ കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ശേഷം മസൂദ് രതീഷിനോടായി പറഞ്ഞു, രതീഷ്, ഒന്ന് വീട്ടിലൊക്കെ പോയി റെസ്റ്റ് എടുത്ത് ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. പിന്നെ സന്തോഷിനെ വിളിച്ച് ഒപ്പം കൂട്ടണം. ഇനി ഇവന് ലീവ് കൊടുത്തില്ലെങ്കിലേ എനിക്ക് വിളി വരും. MLAയുടേതല്ല, സൽമയുടെ. MLA ഒതുക്കിയതുപോലെ സൽമയെ ഒതുക്കാൻ പറ്റില്ല, മസൂദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രതീഷും ജയ്സനും പുഞ്ചിരിച്ചു. ഓക്കെ സർ. അല്പസമയം വിശ്രമത്തിന് അവസരം കിട്ടിയ സന്തോഷത്തോടെ രതീഷ് സല്യൂട്ട് ചെയ്തു പോയി. മസൂദും ജയ്സനും കൂടി ഓഫീസിനകത്തേക്ക് കയറി. ഡോക്ടർ പ്രവീൺ കുമാർ അക്ഷമനായി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അകത്ത് കയറിയ ഉടനെ മസൂദ് ഡോക്ടറോടായി പറഞ്ഞു, ഗുഡ് മോർണിംഗ് ഡോക്ടർ. കാത്തിരുന്ന് മുഷിഞ്ഞോ? ഡോക്ടറുടെ വേണ്ടപ്പെട്ട സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോൾ പുച്ഛത്തോടെയും അല്പം അഹങ്കാരത്തോടെയും പ്രവീൺ ഡോക്ടർ പറഞ്ഞു, എന്നാ പിന്നെ അത് വേഗമങ്ങ് തന്നാൽ എനിക്ക് പോകാമായിരുന്നു. ഇരിക്കട അവിടെ. മസൂദിന്റെ ഗർജനം കേട്ട് മീരയും ജയ്സനും അടക്കം വിറച്ചുപോയി. പ്രവീൺ കുമാർ അനുസരണയോടെ അവിടെയിരുന്നു. ഇനി ആരൊക്കെയാടാ നിന്റെ ലിസ്റ്റിലുള്ളത്? വേണ്ടപ്പെട്ടവരായി MLAമാരും മന്ത്രിമാരുമൊക്കെ ആയിട്ട്.
മസൂദ് ക്ഷുഭിതനായി ചോദിച്ചു. ഇല്ല സാറേ, വിറച്ചുകൊണ്ട് പ്രവീൺ പറഞ്ഞു. നീ പോലീസുകാരെ ഭീഷണിപ്പെടുത്തും അല്ലേടാ? മസൂദ് വീണ്ടും ഗർജിച്ചു. ഇല്ല സാർ, സോറി, ഞാൻ അറിയാതെ. പ്രവീൺ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. തനിക്ക് ഫോൺ വേണോടോ? മസൂദ് ചോദിച്ചു. വേണ്ട സാറേ, അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് മതി. ആ, ഈ ഒരു പേടി വേണം പോലീസുകാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ. മനസ്സിലായോടോ? വീണ്ടും മസൂദ്. മനസ്സിലായി സാർ. പ്രവീൺ അപ്പോഴേക്കും പൂച്ചപ്പരുവമായിരുന്നു. അതോടെ മസൂദ് രീതി മാറ്റി. ഓക്കെ, എന്നാൽ കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങൾ ഇന്നലെ ഒരു ടൂറിലായിരുന്നു ഡോക്ടറെ. ഡോക്ടർ പോയിട്ടുണ്ടോ എന്നറിയില്ല. തമിഴ്നാട്ടിൽ മേട്ടുപ്പാളയം എന്ന സ്ഥലമുണ്ട്. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് മൗണ്ടെയിൻ റെയിൽവേയിലൂടെ. മസൂദ് ശാന്തനായി പറഞ്ഞു. ഹോ, ഒന്ന് പോകേണ്ടതാ ഡോക്ടറെ. അടിപൊളി സ്ഥല. മസൂദ് അത് പറയുമ്പോൾ പ്രവീൺ കുമാറിന്റെ മുഖം അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയം. ഡോക്ടർ പോയിട്ടുണ്ടോ ഡോക്ടറെ? മസൂദ് ചോദിച്ചു. ഇല്ല, വിക്കി ഡോക്ടർ മറുപടി പറഞ്ഞു. ഒന്ന് പോണം ഡോക്ടറെ, പോകേണ്ട സ്ഥലമാണ്. അവിടെ ഞങ്ങളൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കാട്ടിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയേന്റെ ഡോക്ടറെ. വണ്ടർഫുൾ. കാട്ടുമൃഗങ്ങളും കാട്ടുമനുഷ്യരുമൊക്കെയായി. വാട്ട് എ ബ്യൂട്ടി. ഒരു വല്ലാത്ത അനുഭവം തന്നെ. മസൂദ് പ്രവീണിന്റെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ ജയ്സ ആ സ്റ്റേഷന്റെ പേര്? മസൂദ് പേര് ഓർമ്മയില്ലാത്തതുപോലെ ജയ്സന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. കൂനൂർ എന്നാ സാറേ. ജയ്സന്റെ മറുപടി കേട്ട് പ്രവീൺ കുമാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എന്താ ഡോക്ടറെ, ഡോക്ടർക്ക് ആ സ്ഥലം അറിയാമെന്ന് തോന്നുന്നു. മസൂദ് പ്രവീൺ ഡോക്ടറോട് ചോദിച്ചു. ഏയ്, എനിക്കൊന്നും അറിയില്ല, പ്രവീൺ കുമാർ വിക്കി പറഞ്ഞു. അല്ലല്ലോ ഡോക്ടറെ, ഡോക്ടർക്ക് അറിയാമല്ലോ ആ സ്ഥലം. ഡോക്ടർ മാനുവൽ ഡോക്ടറോടൊപ്പം അവിടെ വന്നിരുന്നെന്നാണല്ലോ അവിടുത്തെ ആളുകൾ പറഞ്ഞത്. ഇരകുടുങ്ങാൻ വേണ്ടി ചൂണ്ടയിട്ട ഭാവത്തിൽ മസൂദ് പറഞ്ഞു. അപ്പോഴേക്കും പ്രവീൺ ഡോക്ടർ വിയർത്തു തുടങ്ങിയിരുന്നു. ഓ മീര, നമ്മുടെ ഡോക്ടർ ആകെ വിയർത്തു. ആ ഫാൻ ഒന്ന് സ്പീഡ് കൂട്ടൂ, മസൂദ് മീരയോടായി പറഞ്ഞു. ഫാൻ ഫുൾ സ്പീഡിലാണ് സാർ, മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഡോക്ടർ, വല്ല ടെൻഷനും? മസൂദ് ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല, ഡോക്ടറുടെ ഭയം മുതലെടുത്തുകൊണ്ട് മസൂദ് പറഞ്ഞു. ഡോക്ടർ ഭയക്കേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ പലതും ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ സത്യസന്ധമായി ഞങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്കും ഞങ്ങൾക്കും നന്നായിരിക്കും. അതല്ല, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും മുഴുവൻ സത്യങ്ങളും പുറത്തു വരും. അപ്പോൾ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാകില്ല. മാത്രമല്ല, അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ശൈലി ഇതായിരിക്കില്ല. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞോളണമെന്നില്ല. ഏയ്, ഡോക്ടർ ബുദ്ധിമാനാണ്. അദ്ദേഹം ഇപ്പോൾ തന്നെ പറയാനുള്ളതൊക്കെ പറയും അല്ലേ? ഡോക്ടറിലേക്ക് അടുത്ത് നിന്നുകൊണ്ട് മസൂദ് ചോദിച്ചു. ഡോക്ടർ പ്രവീൺ കുമാർ അപ്പോഴും തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. ഞാൻ പറയാം സാർ, പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. വെരി ഗുഡ് ഡോക്ടർ. പക്ഷേ ഡോക്ടർ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞാൽ മതി. അത് പൂർത്തിയായതിനു ശേഷം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ മാത്രം പറയുക, മസൂദ് പറഞ്ഞു. ശരി സാർ. പ്രവീൺ എന്തിനും തയ്യാറായി ചോദ്യം കാത്തിരുന്നു. നിങ്ങളും മാനുവൽ ഡോക്ടറും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എയിംസ് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴുള്ള ബന്ധമല്ല. മാനുവൽ ഡോക്ടർ മരിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം, അതാണ് എനിക്കറിയേണ്ടത്. മസൂദിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. പ്രവീൺ കുമാർ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ സൈലന്റ് പാർട്ട്നേഴ്സ് ആയിരുന്നു സർ. മാനുവൽ ഡോക്ടറുടേതായി അറിയപ്പെടുന്ന എല്ലാം ഞങ്ങൾ രണ്ടുപേരുടേതുമാണ് സർ. റെഡ് ക്രസന്റ് ഹോസ്പിറ്റൽ വരെ. ഓഹോ, എല്ലാം എന്ന് പറയുമ്പോൾ എല്ലാത്തിലും പാർട്ട്നേഴ്സ് ആയിരുന്നു. ഡോക്ടറുടെ സ്വർണ്ണക്കടത്ത് ബിസിനസ്സിലും? മസൂദ് തിരിച്ചു ചോദിച്ചു. അല്പം മടിയോടെ പ്രവീൺ പറഞ്ഞു. അതെ സർ. അതുമാത്രമല്ല, ഇവിടെ ആരും അറിയാത്ത ഒരുപാട് ബിസിനസ്സുകൾ ഞങ്ങൾക്ക് പല സ്ഥലത്തായിട്ടുണ്ട്. ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ. ഓക്കെ, പക്ഷേ ഹോസ്പിറ്റൽ സ്റ്റാഫിന് അതറിയില്ലേ? മസൂദ് സംശയം പ്രകടിപ്പിച്ചു. ഇല്ല സർ, ഈ പാർട്ട്ണർഷിപ്പ് അറിയാവുന്നത് ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രമായിരുന്നു.
ഓരോ മാസത്തെയും വരുമാനത്തിനനുസരിച്ച് ലാഭം ഞങ്ങൾ പങ്കിട്ടെടുക്കുന്നത് രഹസ്യമായ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെയായിരുന്നു. ഹോസ്പിറ്റൽ അക്കൗണ്ടിൽ ഇത്തരം തിരിമറികളൊന്നും നടക്കാത്തതിനാൽ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിനും ഇതറിയില്ല സാർ, പ്രവീൺ പറഞ്ഞു. പക്ഷേ ഡോക്ടർ, എന്തിനായിരുന്നു ഇങ്ങനെയൊരു ഒളിച്ചുകളി? നിങ്ങൾക്ക് പരസ്യമായി തന്നെ പാർട്ട്നേഴ്സ് ആയിക്കൂടായിരുന്നു? മസൂദ് ചോദിച്ചു. അതിന് മറുപടി പറയാൻ അല്പം താമസിച്ചപ്പോൾ ജയ്സന് ദേഷ്യം പിടിച്ചു. അയാളെ വിരട്ടാനായി അവർ മുഷ്ടി ചുരുട്ടി എഴുന്നേറ്റപ്പോഴേക്കും മസൂദ് തടഞ്ഞു. വേണ്ട ജയ്സൺ, ഡോക്ടറെല്ലാം പറയും. അല്ലേ ഡോക്ടർ? സാർ, അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വർണം കൊണ്ടുവരുന്നത് എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടാൽ ഉടമസ്ഥനകത്താകുമല്ലോ. രഹസ്യ പാർട്ണർഷിപ്പ് ആകുമ്പോൾ ഞാൻ പുറത്തുണ്ടാകുമല്ലോ, പ്രവീൺ പറഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് ബാക്കി ബിസിനസ്സുകൾ നോക്കാനും അകത്തായവനെ പുറത്താക്കാനും ഒരു സൈലന്റ് പാർട്ട്ണർ അല്ലേ? ബാക്കി മസൂദ് പൂരിപ്പിച്ചു. സമ്മതാർത്ഥത്തിൽ പ്രവീൺ താഴേക്ക് നോക്കി. ഗുഡ്, ഭയങ്കര ബുദ്ധി തന്നെ. നിങ്ങൾ എയിംസിൽ മെഡിസിന് തന്നെയല്ലേ പഠിച്ചിരുന്നത്? എനിവേ, ബാക്കി പറയൂ, മസൂദ് തുടരാൻ ആവശ്യപ്പെട്ടു. മാനുവലിന് ഇവിടെ കുടുംബങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവൻ അവന്റെ ഷെയറിൽ നിന്നും നല്ലൊരു ഭാഗം എനിക്ക് തരാറുണ്ടായിരുന്നു സർ, പ്രവീൺ തുടർന്നു. മസൂദ് അടുത്ത കരു നീക്കി. അത് പോരാ എന്ന് തോന്നിയപ്പോൾ മാനുവലിനെയും കൊന്ന് അയാളുടെ ഫോണിൽ നിന്ന് സ്വന്തം ഫോണിലേക്ക് ഒരു ആത്മഹത്യാക്കുറിപ്പും അയച്ച് അവസാനം സ്വത്ത് മുഴുവൻ നോക്കി നടത്താൻ ഏൽപ്പിച്ചു എന്ന് കമന്റും ഇട്ടാൽ ഒക്കെ തീരുമെന്ന് കരുതി അല്ലേടോ? അല്പം സ്വരം കനപ്പിച്ചുകൊണ്ടാണ് മസൂദ് ചോദിച്ചത്. ചോദ്യം കേട്ടുടനെ പ്രവീൺ കുമാർ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇല്ല സാർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിക്കതിന് കഴിയില്ല സാർ. മാനുവൽ എനിക്കെൻ്റെ സഹോദരനാണ് സാർ. ഞാൻ കൊന്നിട്ടില്ല. ഇത് സത്യമാണ്. എന്നെ വിശ്വസിക്കണം സാർ. പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ വിതുമ്പിയിരുന്നു. അതിന് മറുചോദ്യം ചോദിക്കുമ്പോഴേക്ക് മസൂദിന്റെ ഫോൺ ബെല്ലടിച്ചു. IG ഡേവിസ് സെബാസ്റ്റ്യൻ ആയിരുന്നു. സർ, മസൂദ് ഫോൺ അറ്റൻഡ് ചെയ്തു. ഗുഡ് മോർണിംഗ് മസൂദ്, ഹൗ ആർ യു? IG ചോദിച്ചു. ഫൈൻ സർ, മസൂദ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്തായി നമ്മുടെ ഡോക്ടറുടെ കേസ്? വല്ലതും പ്രതീക്ഷിക്കാനായോ മസൂദ്? IG പ്രതീക്ഷയോടെ ചോദിച്ചു. സർ, കേസ് ഒരു 90% പൂർത്തിയായിട്ടുണ്ട്, മസൂദ് മറുപടി പറഞ്ഞു. ഓ, വെരി ഗുഡ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കാം അല്ലേ മസൂദ്? കേരള പോലീസിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ, മസൂദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സർ, തൂവൽ ചാർത്തലൊക്കെ നമുക്ക് പ്രതിയെ പിടിച്ചിട്ട് പോരെ? അതിനെനിക്ക് ഒരാഴ്ചത്തെ സമയം കൂടി വേണം സർ. ഓ, ബാക്കി 10%-ന് ഒരാഴ്ചയോ? IG ആശങ്ക പ്രകടിപ്പിച്ചു. സർ, അതെ, ഒരാഴ്ച വേണം. പക്ഷേ ഒന്ന് സാർ ഉറപ്പിച്ചോളൂ, ഇന്നീ 8-ാം ദിവസം ഈ കേസ് തീർന്നിരിക്കും. ഓക്കെ സർ, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. ദൃഢനിശ്ചയത്തോടെയായിരുന്നു മസൂദിന്റെ സംസാരം. മസൂദ് വീണ്ടും ഡോക്ടർ പ്രവീൺ കുമാറിന്റെ അടുത്തേക്ക് നീങ്ങി. അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങളല്ല മാനുവൽ ഡോക്ടറെ കൊന്നതെന്നാണ് അല്ലേ? പിന്നെ എന്തിനാ ഡോക്ടറെ സ്വന്തം കൂട്ടുകാരൻ മരിച്ചതിന്റെ പിറ്റേന്ന് തന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഷെയറുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് MD ആകണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത്? മസൂദ് ചോദിച്ചു. അത് സാർ, ഞങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ആർക്കും അറിയില്ല. അവന്റെ കയ്യിലുള്ള ഞങ്ങളുടെ എഗ്രിമെന്റുകളൊക്കെ ഹോസ്പിറ്റലിലുള്ള മറ്റാരെങ്കിലും കണ്ടാൽ അവരത് മറച്ചുവെക്കാൻ സാധ്യതയുണ്ട്. കാരണം മാനുവലിന് ഇവിടെ കുടുംബങ്ങൾ ആരുമില്ല. അവന്റെ അനന്തര സ്വത്ത് പ്രതീക്ഷിച്ചിരുന്ന ആർക്കെങ്കിലുമാണ് ആ രേഖകൾ കിട്ടുന്നതെങ്കിൽ അത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ കൂട്ടായി സമ്പാദിച്ച കോടിക്കണക്കിന് സ്വത്തിൽ ₹1 പോലും എനിക്ക് ലഭിക്കാതെ പോകും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ MD തന്നെയാകണം. അതിന് എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജ് അല്ലാതെ ഒരു മാർഗവുമില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു സാർ. അത് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മാഡത്തിനോട് അങ്ങനെ സംസാരിച്ചതും MLA കൊണ്ട് വിളിപ്പിച്ചതുമൊക്കെ, പ്രവീൺ പറഞ്ഞു. എങ്കിൽ പിന്നെ അയാളെ കൊന്നതാരായിരിക്കും ഡോക്ടറെ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? മസൂദ് ചോദിച്ചു. പ്രവീൺ കുമാർ അല്പസമയം നിശബ്ദനായിരുന്നു. ശേഷം പറഞ്ഞു. സർ, മാനുവലും ഞാനും കൂടി നേരത്തെ സാറ് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു. തമിഴ്നാട്ടിലെ കൂനൂർ എന്ന സ്ഥലത്ത്. എന്തിന്? മസൂദ് ചോദിച്ചു.
അത് അവന്റെ നിർബന്ധമായിരുന്നു സർ, മാനുവലിന്റെ. ആ പ്രദേശത്ത് കൂടുതൽ കാട്ടുമൃഗങ്ങളുണ്ടെന്നും അവയെ പിടിക്കാൻ അവിടുത്തെ മനുഷ്യരുടെ കയ്യിൽ പല വിദ്യകളുണ്ടെന്നും ആ മനുഷ്യർ അവരുടെ സംരക്ഷണത്തിനായി വരെ മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ടെന്നും മാനുവലിന് വിവരം കിട്ടി. അത് കേട്ടതു മുതൽ അവിടേക്ക് പോകാൻ അവന് വല്ലാത്ത താല്പര്യമായിരുന്നു സർ. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ അവിടെ പോയി. കൂനൂർ സ്റ്റേഷനിലിറങ്ങി ഞങ്ങൾ കാട്ടിലേക്ക് നടന്നു. കേട്ടത് ശരിയായിരുന്നു സർ. ഞങ്ങൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടു, പ്രത്യേകിച്ചും ആനകളെയും കാട്ടുപോത്തുകളെയും. ആ മനുഷ്യർക്ക് അവറ്റകളെ നിലക്കി നിർത്താൻ പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു സാർ. അതുകൊണ്ട് തന്നെ ആർക്കും മൃഗങ്ങളുടെ അക്രമം ഭയക്കാതെ അവിടെ പോകാമായിരുന്നു. അവിടെയുള്ള കാട്ടുവാസികൾക്ക് അന്ന് മാനുവൽ പണം നൽകുന്നത് കണ്ട് ഞാൻ അമ്പരന്നു പോയി. അന്ന് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പോരുന്ന നേരം അവനേതോ ഇംഗ്ലീഷുകാരനുമായി ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചു. ശേഷം എന്നോട് പറഞ്ഞു, ഇവിടെയുള്ള ആളുകളെ വശത്താക്കാൻ സാധിച്ചാൽ നമുക്ക് കോടികൾ ഉണ്ടാക്കാം. ഞാൻ എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, മൃഗങ്ങളുടെ അവയവങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും അമേരിക്കയിൽ വലിയ ഡിമാൻഡുണ്ട്. ഇവിടെ നിന്നും കയറ്റി അയക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ സ്വർണം ഇമ്പോർട്ടിനേക്കാൾ ലാഭമുള്ള ഒരു ബിസിനസ് ആയിരിക്കും ഇത്. ഞാൻ വീണ്ടും ചോദിച്ചു, മൃഗങ്ങളെ നമ്മളെങ്ങനെ കയറ്റുമതി ചെയ്യും? അവൻ പറഞ്ഞു, മൃഗങ്ങളെ മുഴുവനായി നാം കയറ്റുമതി ചെയ്യേണ്ടതില്ല. ആവശ്യമുള്ള അവറ്റകളുടെ അവയവങ്ങൾ മാത്രം. അത് പാക്ക് ചെയ്താൽ കേരളത്തിലെ ഏത് എയർപോർട്ട് വഴിയും നമുക്കത് കടത്താം. കേരളത്തിലെ എല്ലാ എയർപോർട്ടിലും നമുക്ക് ആളുകളുണ്ടല്ലോ. അവിടുത്തെ എയർപോർട്ടിന്റെ കാര്യം അവർ നോക്കിക്കോളും. സർ, അവനത് പറഞ്ഞപ്പോൾ ഞാൻ എതിർക്കുകയാണ് ചെയ്തത്. കാരണം സ്വർണ്ണക്കടത്തിന്റെ വിഷയത്തിൽ തന്നെ എനിക്ക് വലിയ കുറ്റബോധമുണ്ടായിരുന്നു. പിന്നെ നിരപരാധികളും മിണ്ടാപ്രാണികളുമായ മൃഗങ്ങളെ കൊന്നു കടത്തിയാൽ ദൈവം നമ്മോട് പൊറുക്കില്ല എന്ന് പറഞ്ഞ് അവനെ ഞാൻ പിന്തിരിപ്പിച്ചു. അപ്പോൾ അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു സർ. പ്രവീൺ ഇടയ്ക്കൊന്ന് നിർത്തി. എന്നിട്ട്? ഒരു ഗ്ലാസ് വെള്ളം പ്രവീണിന് നേരെ നീട്ടിക്കൊണ്ട് മസൂദ് ചോദിച്ചു. ഒരിറക്ക് വെള്ളം കുടിച്ചുകൊണ്ട് പ്രവീൺ തുടർന്നു. സർ, പിന്നീട് കുറച്ചുനാൾ ഞങ്ങളുടെ സ്വർണ്ണ ബിസിനസ്സിൽ വല്ലാത്ത കുറവ് സംഭവിച്ചു. വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടു. മുമ്പുള്ളതിന്റെ പകുതിയോളമായപ്പോൾ ഞങ്ങളുടെ പല പ്ലാനിങ്ങുകളും പൊളിഞ്ഞുപോയി. മാത്രമല്ല ഞങ്ങളുടെ മറ്റ് ബിസിനസ്സുകൾക്കും അത് നഷ്ടത്തിന്റെ സമയമായിരുന്നു. ആ സമയത്ത് മാനുവൽ വീണ്ടും മൃഗക്കടത്തിനെ പറ്റി പറഞ്ഞു സർ. പല വിധേനയും പറഞ്ഞ് അവൻ എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചു. അന്നത്തെ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് എനിക്ക് അധികം എതിർക്കാനും സാധിച്ചില്ല. അവൻ അങ്ങനെയായിരുന്നു സർ. ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടന്നു കാണുന്നവരെ അവന് സമാധാനമുണ്ടാകില്ല. പ്രവീൺ വീണ്ടും പറഞ്ഞു നിർത്തി. എന്നിട്ട് നിങ്ങൾ വീണ്ടും അവിടെ പോയി അല്ലേ? ജയ്സൺ ആയിരുന്നു അത് ചോദിച്ചത്. അതെ സർ, വെറും കൈയോടെയല്ല. അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്നും അവരുടെ ഭൂമി വാങ്ങാനുള്ള എഗ്രിമെന്റുമായാണ് അത്തവണ ഞങ്ങൾ പോയത്. അവർ ഒന്നും അറിയാത്ത അപരിഷ്കൃതരായിരുന്നു സർ. കുറച്ച് പണം കയ്യിൽ നൽകിയാൽ നമ്മൾ പറയുന്നതെന്തും വിശ്വസിക്കുന്ന പാവങ്ങൾ. അവർക്കായുള്ള എഗ്രിമെന്റിൽ ഭൂമി വാങ്ങുന്നത് മാത്രമല്ല, വരാൻ പോകുന്ന ആനിമൽ ഫാമിൽ ജോലിയെടുക്കാനുള്ള സ്റ്റാഫാകാനുള്ള എഗ്രിമെന്റും കൂടി ഉണ്ടായിരുന്നു. ആ മനുഷ്യർ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചാൽ അവരെ കൊണ്ട് തന്നെ മൃഗങ്ങളെ കൊല്ലിക്കാനായിരുന്നു അവന്റെ പ്ലാൻ. ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു സർ. എങ്കിലും അവനെ പിണക്കാൻ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവൻ കയ്യിൽ കരുതിയിരുന്ന ഒരു 50,000 രൂപ ആ പാവങ്ങളുടെ കയ്യിലേക്ക് അവൻ വിതറി സർ. അവർക്കത് വലിയൊരു സംഖ്യയായിരുന്നു. ജീവിതകാലത്ത് അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സംഖ്യ. അതോടെ ഞങ്ങൾ അവർക്ക് ദൈവങ്ങളെപ്പോലെയായി. തന്ത്രപരമായി മാനുവൽ അവരോട് വിഷയം അവതരിപ്പിച്ചു. മരുന്നുണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാനാണെന്നാണ് അവരോട് പറഞ്ഞത്. മാത്രമല്ല അവർക്ക് വേറെ വീട് പണിയിച്ചു കൊടുക്കുമെന്നും പറഞ്ഞു. അവരത് വിശ്വസിച്ചു സാർ. ആ എഗ്രിമെന്റ് അവർക്ക് നൽകിയ ശേഷം എല്ലാവരോടും പിറ്റേ ദിവസത്തേക്ക് ഒപ്പിട്ട് വെക്കാൻ ഏൽപ്പിച്ച് കയ്യൊപ്പിടാനുള്ള മഷിയും നൽകി ഞങ്ങൾ തിരിച്ചു പോന്നു സാർ. പ്രവീൺ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് വീണ്ടും കുടിച്ചു. അങ്ങനെ അവരൊപ്പിട്ട ഡോക്യുമെന്റ് വാങ്ങാനായി പിറ്റേന്ന് ഞങ്ങൾ അവിടേക്ക് പോയി. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അവർ അതിൽ ഒപ്പിട്ടിട്ടില്ലായിരുന്നു സർ. മാത്രമല്ല അവർക്ക് ആ എഗ്രിമെന്റിലെ മുഴുവൻ വിഷയങ്ങളും മനസ്സിലായിരുന്നു. അവിടേക്ക് വിനോദയാത്രയ്ക്കായി വന്ന ഒരു പെൺകുട്ടി അവർക്ക് വേണ്ടി ഞങ്ങളോട് സംസാരിച്ചു. ആ പെൺകുട്ടിയാണ് എഗ്രിമെന്റ് അവർക്ക് വിശദീകരിച്ചു കൊടുത്തത്. അവൾ ചോദിച്ച കാര്യങ്ങൾ ആ കാട്ടുവാസികളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നു.
ആ നിമിഷം തന്നെ എഗ്രിമെന്റ് ചുരുട്ടിക്കൂട്ടി അവർ തീയിലെറിഞ്ഞു. മാത്രമല്ല, തലേന്ന് ഞങ്ങൾ കൊടുത്ത പണം അവർ ഞങ്ങളുടെ മുഖത്തേക്കെറിഞ്ഞു. ഞങ്ങൾ നിരാശരായി അവിടെ നിന്നും മടങ്ങി സർ. എന്റെ മനസ്സിൽ സന്തോഷമായിരുന്നു. പക്ഷേ മാനുവലിന് അടങ്ങാനാകാത്ത ദേഷ്യം വന്നിരുന്നു. അവൻ ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് അവളുടെ കൂട്ടുകാരികൾ വഴി സംഘടിപ്പിച്ചു. തിരിച്ചു വരുന്ന വഴി അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഈ പദ്ധതി പ്രധാനമാണ്. എങ്ങനെയും ഞാൻ ഇത് നടത്തും. അതിന് തടസ്സമാ പെണ്ണാണെങ്കിൽ അവളിനി ശബ്ദിക്കരുത്. ഇനി അവളിവിടെ വേണ്ട. അവന്റെ ആ തീരുമാനത്തിൽ നിന്നും ആ പെൺകുട്ടിയെ അവൻ കൊല്ലുമെന്ന് എനിക്ക് തോന്നി സാർ. അത്രത്തോളമായപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മാനുവൽ, ഇതിന് ഞാനില്ല. എന്നെ നീ ഒഴിവാക്കി തരണം. ഇതിലൂടെ കിട്ടുന്ന ലാഭമൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ ഞാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സാർ. ഒരുപാട് അവനെന്നെ നിർബന്ധിച്ചെങ്കിലും വഴങ്ങാൻ ഞാൻ തയ്യാറായില്ല. അവസാനം എന്റെ നിർബന്ധം കൊണ്ട് അവൻ തന്നെ എന്നെ ഒഴിവാക്കി തന്നു. പ്രവീൺ കുമാർ പറഞ്ഞു നിർത്തി. അല്പനേരം എല്ലാവരും നിശബ്ദരായിരുന്നു. വീണ്ടും പ്രവീൺ തുടർന്നു. പിന്നീട് ഞാനോ അവനോ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നില്ല സാർ. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ദിവസം അവൻ വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കാരണം തിരക്കി. ആദ്യമൊന്നും അവൻ കാരണം പറഞ്ഞില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടാ, നമ്മുടെ തമിഴ്നാട് കാട്ടിലെ പദ്ധതി ഓർമ്മയില്ലേ? അതാകെ പാളിപ്പോയടോ. അത് നടക്കില്ല. അവൻ നല്ല നിരാശയോടെയാണ് പറഞ്ഞത് സാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് അന്ന് തന്നെ പാളിപ്പോയതല്ലേ മാനുവൽ? ഒരു പെണ്ണ് കാരണം. അപ്പോൾ അവൻ പറഞ്ഞു, ആ പെണ്ണിനെയൊക്കെ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയച്ചടാ. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല. ആ കാട്ടുവാസികൾ ഇപ്പോൾ ഭയങ്കര സ്ട്രോങ്ങാ. അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റുന്നില്ല. എല്ലാത്തിനും കാരണം ആ പെണ്ണായിരുന്നു. ഏതായാലും അവളിനി ആർക്കു വേണ്ടിയും ശബ്ദിക്കില്ല. കൊന്നു തള്ളിയടാ ഞാൻ അവളെ. ലാഘവത്തോടെ അവനത് പറഞ്ഞപ്പോൾ അവനെ കുറച്ച് വഴക്ക് പറഞ്ഞ് ഞാൻ അവന്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോയി സാർ. ആ പെൺകുട്ടിയുടെ ആരെങ്കിലുമോ അല്ലെങ്കിൽ ആ കാട്ടുവാസികളോ ആയിരിക്കും അവനെ കൊന്നത് സാർ. അവളെ കൊന്നതിനുള്ള പ്രതികാരമായി. അല്ലാതെ ഞാൻ അവനെ കൊന്നിട്ടില്ല. പ്രവീൺ പറഞ്ഞു നിർത്തി. അല്പം വെള്ളം കുടിച്ചു. നീ ഇപ്പോൾ പറഞ്ഞ കഥ മുഴുവനായി ഞങ്ങൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എങ്കിലും ഞങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഹോസ്പിറ്റലിലെ നിന്റെ പങ്ക് കിട്ടാനായി ഇനി കേസ് കൊടുക്കേണ്ടതില്ല. മസൂദ് പ്രവീണോടായി പറഞ്ഞു. ഇപ്പോൾ നിനക്ക് പോകാം. എപ്പോ വിളിച്ചാലും പെട്ടെന്ന് ഹാജരാകാനുള്ളതുകൊണ്ട് നമ്മുടെ ടൗൺ പരിധിക്ക് പുറത്തു പോകരുത്. മസൂദിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രവീണിന് ആശ്വാസമായി. ഓക്കെ സർ. അയാൾ എഴുന്നേറ്റു. മീര അയാളുടെ ഫോൺ എടുത്തു കൊടുത്തു. അയാൾ പോയപ്പോഴേക്കും സമയം ഉച്ചതിരിഞ്ഞ് 2:30 മസൂദും ജയ്സനും മീരയും മുഖാമുഖം ഇരുന്നു. അവർക്ക് ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തു തോന്നുന്നു ജയ്സൺ? മസൂദാണ് നിശബ്ദത ലംഘിച്ചത്. ഒരുവിധം കുരുക്കുകളൊക്കെ അഴിഞ്ഞല്ലോ സർ. പ്രവീൺ ഡോക്ടർ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി മാനുവൽ ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ എങ്ങനെയോ അവൾ രക്ഷപ്പെട്ടു. അത് ഇവരറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ആ കൊലപാതക ശ്രമത്തിന്റെ പ്രതികാരമായി കാട്ടുവാസികളുടെ സഹായത്തോടെ അവൾ മാനുവൽ ഡോക്ടറെ കൊന്നു, അല്ലേ സാർ? ജയ്സൺ ചോദിച്ചു. മസൂദ് മീരയുടെ മുഖത്ത് നോക്കി. അവളും ആ അഭിപ്രായക്കാരിയാണെന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു അവളുടെ മുഖഭാവം. പക്ഷേ മസൂദിന് പറയാനുണ്ടായിരുന്നത് മറ്റൊന്നായിരുന്നു. ജയ്സൺ ആദ്യം പറഞ്ഞ കാര്യത്തെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പ്രവീൺ ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചു പോയ കാര്യങ്ങൾ മുഴുവനും സത്യമല്ല. അവർ രണ്ടുപേരും അത്ഭുതത്തോടെ മസൂദിന്റെ മുഖത്തേക്ക് നോക്കി. ഒരു മനുഷ്യൻ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചലനം ഇടത്തോട്ടാണെങ്കിൽ അയാൾ പറയുന്നത് സത്യമായിരിക്കാനാണ് സാധ്യത. എന്നാൽ ഇനി അത് വലത്തോട്ടാണെങ്കിൽ അയാൾ കളവായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇത് ശരീരശാസ്ത്രത്തിലെ ഒരു സിദ്ധാന്തമാണ്. ചിലപ്പോഴൊക്കെ ഇതിന് എതിര് സംഭവിച്ചേക്കാം. പക്ഷേ ഇവിടെ എനിക്കിത് കൃത്യമാണ് എന്ന് തോന്നുന്നു. ഇന്ന് പ്രവീൺ സംസാരിച്ചപ്പോൾ പല സമയങ്ങളിലും അയാളുടെ കൃഷ്ണമണി വലത്തോട്ട് സഞ്ചരിച്ചിരുന്നു. സാർ ഉദ്ദേശിക്കുന്നത്? മീര ചോദിച്ചു. അതെ, പ്രവീൺ നമ്മോട് പറഞ്ഞ കാര്യങ്ങളിൽ പലതും കളവാണ്. പ്രത്യേകിച്ചും അവൻ നല്ലവിള ചമഞ്ഞ് മാനുവലിനെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളിൽ. മസൂദ് ആലോചനയോടെ പറഞ്ഞു. സർ, എങ്കിൽ അയാളെ ഇവിടെ നിന്നും വിടണ്ടായിരുന്നു. ജയ്സൺ അസ്വസ്ഥനായി പറഞ്ഞു.
അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ട എവിഡൻസ് ഒന്നും നമ്മുടെ പക്കലില്ല ജെയ്സൺ. അതുപോട്ടെ, മീര അയാളുടെ ഫോണിലെ ഫയലുകളൊക്കെ കോപ്പി ചെയ്ത് വെച്ചിട്ടില്ലേ? യെസ് സാർ, മീര മറുപടി പറഞ്ഞു. അത് മുഴുവനായി ഒന്ന് പഠിക്കണം, പ്രത്യേകിച്ചും വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററി. സംശയമുള്ള എന്ത് കണ്ടാലും നോട്ട് ചെയ്യണം. മസൂദ് നിർദ്ദേശം നൽകി. സർ, മീര അനുസരിച്ചു. ഉച്ചഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞു തുടങ്ങി. അവർക്കുള്ള ഉച്ചഭക്ഷണം ഓർഡർ ചെയ്യാനായി മസൂദ് ഫോൺ എടുത്തപ്പോൾ മീര പരിങ്ങലോടെ പറഞ്ഞു, സർ, ഞാനൊന്ന് വീട്ടിൽ പോയി വരട്ടെ. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വരാം സാർ. ഓക്കെ മീര, അപ്പോൾ ഭക്ഷണം? മസൂദ് ചോദിച്ചു. ഞാൻ വീട്ടിൽ നിന്നും കഴിക്കാം സാർ. ഓക്കെ, എന്നാൽ അങ്ങനെയാകട്ടെ. പിന്നെ താൻ തിരിച്ചു വരുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാകണമെന്നില്ല. ആ ഫോണിലെ ഫയലുകൾ ഇന്ന് തന്നെ പരിശോധിക്കണം. ഓക്കെ? ഓക്കെ സാർ. മീര സല്യൂട്ട് ചെയ്തു പോയി. മസൂദ് രണ്ടുപേർക്കുമുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു. അപ്പോൾ ഓഫീസിൽ മസൂദും ജയ്സനും മാത്രം. അവർ തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചു. ഔദ്യോഗികവും അനൗദ്യോഗികവുമായി അവർക്ക് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം കടന്നുപോയതറിഞ്ഞില്ല. വൈകിട്ട് 4:30 ആയപ്പോൾ മസൂദിന്റെ ഫോൺ ബെല്ലടിച്ചു. SI സന്തോഷായിരുന്നു മറുതലയ്ക്കൽ. സന്തോഷ്, പറയൂ. മസൂദ് അറ്റൻഡ് ചെയ്തു. സർ, അല്പം ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ സന്തോഷ് വിളിച്ചു. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായ മസൂദ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. എന്താ സന്തോഷ്, പറയൂ. സർ, ഡോക്ടർ പ്രവീൺ കുമാർ പാമ്പ് കടിച്ചു മരിച്ചു. സന്തോഷ് പറഞ്ഞു നിർത്തി. എന്ത്? മസൂദിന് വിശ്വസിക്കാനായില്ല. അതെ സർ, മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ റെഡ് ക്രസന്റിലാണുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ നിന്നാണ് പാമ്പുകടി ഏറ്റിരിക്കുന്നത്, സന്തോഷ് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലെത്താം. മസൂദ് ഫോൺ കട്ട് ചെയ്ത് കാറിന്റെ അടുത്തേക്ക് ഓടി. പിന്നാലെ ജയ്സനും. അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ റെഡ് ക്രസന്റ് ഹോസ്പിറ്റലിലെത്തി. ബോഡി കണ്ടതിന് ശേഷം മസൂദ് പറഞ്ഞു, പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. ഇപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറയണം. ഹറിയപ്പ്. അപ്പോഴേക്കും കൂടുതൽ പോലീസും വിവരമറിഞ്ഞ കുറച്ച് പൊതുജനങ്ങളും അവിടെ എത്തിയിരുന്നു. ജയ്സനെ വിളിച്ച് എന്തോ രഹസ്യമായി പറഞ്ഞതിനു ശേഷം മസൂദ് സന്തോഷിനോടായി പറഞ്ഞു, സന്തോഷ്, നമുക്ക് ഡോക്ടറുടെ ക്ലിനിക്ക് വരെ ഒന്ന് പോകണം. രതീഷിനെ വിളിച്ച് ഒന്ന് അങ്ങോട്ട് വരാൻ പറയൂ. ഓക്കെ സാർ. സന്തോഷ് രതീഷുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അവർ പ്രവീൺ ഡോക്ടറുടെ ക്ലിനിക്കിലെത്തിയപ്പോഴേക്കും അവിടെ ആളുകൾ കൂടിത്തുടങ്ങിയിരുന്നു. ക്ലിനിക്കിന് പുറകിൽ തന്നെയാണ് ഡോക്ടറുടെ വീട്. അപ്പോഴേക്കും രതീഷ് അവിടെ എത്തിയിരുന്നു. അവൻ മസൂദിന് സല്യൂട്ട് ചെയ്തു. അവർ നേരെ ചെന്നത് ഡോക്ടറുടെ ക്ലിനിക്കിലേക്കായിരുന്നു. അവിടെ കുറച്ചുപേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടായി മസൂദ് ചോദിച്ചു, ഇവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഒരു യുവതി മുന്നോട്ട് വന്നു. സർ, ഞാൻ സ്വപ്ന. ഇവിടുത്തെ ഫാർമസിയിലെ സ്റ്റാഫാണ്. ക്ലിനിക്കിനോട് ചേർന്ന് തന്നെ ഒരു ഫാർമസി ഉണ്ടായിരുന്നു, അതും പ്രവീൺ ഡോക്ടറുടേത് തന്നെ. എന്താണ് സംഭവിച്ചത്? മസൂദ് അവളോടായി ചോദിച്ചു. സർ, പ്രവീൺ സാർ കൺസൾട്ടേഷൻ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അബ്ദുക്ക സാറിനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് അലറി വിളിച്ചു സർ. പെട്ടെന്ന് തന്നെ ഇവിടെ സാറിനെ കാണാൻ വന്ന ഒരാളുടെ കാറിൽ സാറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ആ യുവതി പറഞ്ഞു. അബ്ദുക്ക? മസൂദ് സംശയത്തോടെ ചോദിച്ചു. ഇവിടെ പ്രവീൺ സാറിന്റെ ടോക്കൺ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫാണ് സർ, സ്വപ്ന പറഞ്ഞു. എന്നിട്ട് അയാളെവിടെ? അബ്ദുക്കയും കൂടെ പോയിട്ടുണ്ട് സർ, ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ, നിങ്ങളൊക്കെ ഡോക്ടറെ കാണാൻ വന്നവരാണോ? അവിടെ കൂടി നിൽക്കുന്നവരോടായി മസൂദ് ചോദിച്ചു. അതെ സർ. മുമ്പിൽ നിന്നിരുന്ന ഒരു മധ്യവയസ്കൻ മറുപടി പറഞ്ഞു. ഡോക്ടർ കൺസൾട്ടേഷൻ തുടങ്ങിയതിനു ശേഷമാണോ ഇത് സംഭവിച്ചത്? മസൂദ് എല്ലാവരോടുമായി വീണ്ടും ചോദിച്ചു. അതെ സർ, ഒന്നാമത്തെ പേഷ്യന്റിനെ നോക്കിയതിനു ശേഷമാണ്, അയാൾ തന്നെ മറുപടി പറഞ്ഞു. എന്നിട്ട് അവരെവിടെ? മസൂദ് ചുറ്റും നോക്കി. അവർ ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങിയ ഉടൻ തന്നെ കാറിൽ കയറി പോയി സാർ. സംശയത്തോടെ മസൂദ് ചോദിച്ചു. ആരായിരുന്നു അവർ? എങ്ങനെയുള്ളവരായിരുന്നു? കണ്ടാൽ അറിയുന്ന വല്ല അടയാളവും? ഒരു പർദ്ദയിട്ട മുസ്ലിം സ്ത്രീയും ഒരു ചെറുപ്പക്കാരനുമായിരുന്നു സർ, അയാൾ പറഞ്ഞു. മസൂദ് വെപ്രാളത്തോടെ ചോദിച്ചു. ചെറുപ്പക്കാരൻ? ഒരു നീണ്ടുമെലിഞ്ഞ വെളുത്ത ആളാണോ? അതെ സാർ,
നല്ല വെളുത്ത ഒരു നീണ്ട മനുഷ്യൻ. അയാൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. മസൂദ് വളരെ പെട്ടെന്ന് രതീഷിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു. രതീഷ്, ഇത് അവരാണ്. ഇത്തവണ നമുക്ക് അവരെ നഷ്ടപ്പെടാൻ പാടില്ല. നഗരത്തിന്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള മുഴുവൻ റോഡുകളും ഇപ്പോൾ തന്നെ ബ്ലോക്കാക്കാൻ വിളിച്ചു പറയണം. എങ്ങനെയും നമുക്കവരെ പിടികൂടണം. അവർ സിറ്റി കടന്നുപോയിട്ടുണ്ടെങ്കിൽ പിടികൂടാനായി മുഴുവൻ ട്രാഫിക് ഹൈവേ പോലീസിനും ഇൻഫർമേഷൻ കൈമാറണം. ബോർഡറിലുള്ള സ്റ്റേഷനുകളിലും വിവരം അറിയിക്കണം. തമിഴ്നാട് പോലീസിനെ വിളിച്ച് മേട്ടുപാളയത്തും ചെക്ക് ചെയ്യാൻ പറയണം. ക്യുക്ക്, പെട്ടെന്ന് തന്നെ. സന്തോഷം പോയിക്കോളൂ. മസൂദ് ധൃതിയിലാണ് അത് പറഞ്ഞത്. ചേട്ടാ, അവർ പോയ കാർ ഏതായിരുന്നു എന്നറിയാമോ? മസൂദ് നേരത്തെ സംസാരിച്ച മധ്യവയസ്കനോടായി ചോദിച്ചു. അയ്യോ, കാറിന്റെ പേര് എനിക്കറിയില്ല സാറേ. അയാൾ കൈമലർത്തി. ഒരു ബ്ലാക്ക് സ്വിഫ്റ്റ് കാറാണ് സാർ. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയായിരുന്നു അത് പറഞ്ഞത്. ആ വിവരവും കൂടി മസൂദ് രതീഷിന് കൈമാറി. രതീഷും സന്തോഷവും പെട്ടെന്ന് തന്നെ പോയി. മസൂദ് ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരു കാർ അങ്ങോട്ടേക്ക് വന്നു. അതിൽ നിന്നും ഏകദേശം 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഇറങ്ങി വന്നു. സ്വപ്ന പെട്ടെന്ന് തന്നെ മസൂദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സർ, ഇതാണ് അബ്ദുക്ക. ആ മനുഷ്യൻ കാറിൽ നിന്നിറങ്ങി. മസൂദിനെ കണ്ടപ്പോൾ അയാൾ ധൃതിയിൽ മുന്നോട്ട് വന്നു. സർ, പ്രവീൺ സാറിനെ കൊന്നതാണ് സർ. അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. ആര്? മസൂദ് ചോദിച്ചു. എനിക്ക് സംശയമൊന്നുമില്ല സാർ, ഇതവരാണ്. ഇന്ന് ഫസ്റ്റ് ടോക്കൺ എടുത്തവർ. ആദ്യമേ എനിക്കൊരു വശപ്പിശക്ക് തോന്നിയതാണ്. സാറ് കൺസൾട്ടിങ്ങിന് ഇരിക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് ഞാൻ വൃത്തിയാക്കിയതാ സാറേ മുറിയെല്ലാം. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പാമ്പ് പിന്നെ എങ്ങനെ വരാനാ? അവരെ പിടിക്കണം സാറേ. അവര് തന്നെയാ ഇതിന്റെ പിന്നിൽ. അയാളുടെ ശബ്ദമിടറി. അവരെ പിടിക്കാൻ ആള് പോയിട്ടുണ്ട്. ഇക്ക വരൂ. അയാളെയും കൊണ്ട് മസൂദ് ക്ലിനിക്കിലെ ഒരു വെയിറ്റിംഗ് സീറ്റിലേക്ക് പോയി. ഇക്ക, നമുക്ക് പ്രതികളെ പിടിക്കണം. അതിനായി ഇന്നിവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും എനിക്കറിയണം. പറയൂ. മസൂദ് ശാന്തനായി അയാളോട് പറഞ്ഞു. സാറേ, എന്നും 4 മണിക്കാണ് ഇവിടെ പ്രവീൺ സാർ കൺസൾട്ടേഷൻ തുടങ്ങുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 3 മണിയാകുമ്പോഴാണ് സാർ എത്താറ്. ഇന്നും 3 മണിക്ക് തന്നെ സാർ എത്തി. അയാൾ പറഞ്ഞു തുടങ്ങി. ഇവിടെ ആദ്യം വരുന്നവർക്കനുസരിച്ചാണ് ടോക്കൺ കൊടുക്കാറ്. പ്രവീൺ സാറ് ഇവിടെ ചികിത്സ തുടങ്ങിയ അന്ന് തൊട്ട് ഞാനാ സാറേ ഇവിടുത്തെ ടോക്കൺ കൊടുക്കുന്നത്. ഒരു 3:30യോടുകൂടി ആളുകൾ എത്തിത്തുടങ്ങും. അതാണ് പതിവ്. ഞാനിവിടെ കുറെ കാലമായതുകൊണ്ട് ഇവിടെ വരുന്ന ഒരു 90% പേഷ്യൻസിനെയും എനിക്കറിയാം സാറേ. ഞാനിതുവരെ കാണാത്ത ഒരു 2 പേരാണ് ഇന്ന് ആദ്യമേ വന്നത്. സമയം ഒരു 3:10 കാണും. അപ്പോൾ ഒരു നീണ്ടു വെളുത്താളും പർദ്ദയും മുഖം അക്കനയും ധരിച്ച ഒരു പെൺകുട്ടിയും. ആ പെൺകുട്ടി വളരെ ക്ഷീണിതയായിരുന്നു സാറേ. ആ മനുഷ്യന്റെ സഹായത്തോടെയാണ് ആ കുട്ടി നടന്നിരുന്നത് തന്നെ. അവർ വന്നിട്ട് ഇപ്പോൾ തന്നെ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. അതിന് എനിക്ക് അനുമതിയില്ലായിരുന്നു സാറേ. ഞാൻ അവർക്ക് 1ാമത്തെ ടോക്കൺ കൊടുത്തു. മുമ്പ് ഇവിടെ കാണാത്തവരായതുകൊണ്ട് ഞാൻ അവരോട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അത് പക്ഷേ അവർക്ക് ഇഷ്ടമായില്ല എന്നെനിക്ക് തോന്നി. കുറച്ചു ദൂരെ നിന്നാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരിവിടെ കാത്തിരുന്നു. അബ്ദു തുടർന്നു. 4 മണിയായപ്പോഴേക്കും കുറെ പേരുകൂടെ ടോക്കൺ എടുത്തു സാറേ. അവർ ടോക്കൺ എടുത്തപ്പോൾ പേരൊന്നും പറഞ്ഞില്ലേ? മസൂദ് ഇടയിൽ കയറി ചോദിച്ചു. ഉവ്വ് സാറേ, അവർ പറഞ്ഞ പേരും ഇന്നേ വരെ ഞാൻ കേൾക്കാത്ത പേരായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നില്ല. 1 മിനിറ്റ്. ഒന്ന് ആലോചിച്ച ശേഷം അയാൾ ഒന്ന് എഴുന്നേറ്റ് പോയി. ഒരു റൈറ്റിംഗ് ബോർഡ് എടുത്തുകൊണ്ട് വന്നു. ആ സാറേ, മറിയം ഏഞ്ചലീന, അതാണ് അവർ പറഞ്ഞ പേര്. ആ ബോർഡിലേക്ക് നോക്കി അയാൾ പറഞ്ഞു. ഇത് ഒരു മുസ്ലിമിന് കേൾക്കാത്ത പേരാണല്ലോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു സാർ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി ഞാനൊന്നും ചോദിച്ചില്ല. മസൂദ് അമ്പരന്നുകൊണ്ടാണ് ആ പേര് കേട്ടത്. അല്പനേരം ചിന്താകുലനായി നിന്ന ശേഷം മസൂദ് അയാളോട് ചോദിച്ചു. എന്നിട്ട്? പ്രവീൺ സാർ ഇരുന്ന ഉടനെ തന്നെ അവരെ ഞാൻ കയറ്റിവിട്ടു സാറേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ പുറത്തിറങ്ങിയത്. അവരിറങ്ങിയത് വേഗത്തിലായിരുന്നു. പെട്ടെന്ന് കാറിൽ കയറി അവർ പോയി. ഫാർമസിയിൽ നിന്നും മരുന്നൊന്നും വാങ്ങാതെ. ഒരു പേഷ്യന്റ് പോയി കഴിഞ്ഞ് പ്രവീൺ സാർ അകത്തു നിന്നും ബെല്ലടിച്ചിട്ടാണ് അടുത്തയാളെ ഞാൻ കയറ്റിവിടാറ്. അത് പ്രവീൺ സാറിന്റെ ഒരു നിർബന്ധമായിരുന്നു.
ആ രണ്ടുപേർ ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ബെല്ലടിക്കാതെ ആയപ്പോൾ ഞാൻ ചെറുതായി വാതിൽ മുട്ടി സാറേ. എന്നിട്ടും ബെല്ലടിക്കാതായപ്പോൾ ഞാൻ വാതിൽ തള്ളി തുറന്നു. അപ്പോൾ തറയിൽ വേദന കൊണ്ട് പുളയുന്ന പ്രവീൺ സാറിനെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. സാറ് വല്ലാതെ പേടിച്ചിരുന്നുവെന്ന് ആ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. എന്നെ പാമ്പ് എന്ന് പറയുന്നത് മാത്രം ഞാൻ കേട്ടു. അപ്പോഴേക്കും പ്രവീൺ സാറിന്റെ ബോധം പോയിരുന്നു സാറേ. ഞാൻ അപ്പോൾ തന്നെ ഇവിടെ നിൽക്കുന്നവരോട് പറഞ്ഞ് അവരിൽ ഒരാളുടെ കാറിൽ പെട്ടെന്ന് തന്നെ ക്രസന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും അയാൾ വിതുമ്പി. മസൂദ് അയാളെ പുറത്തു തട്ടി സമാധാനിപ്പിച്ചു. എനിക്ക് ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂം ഒന്ന് കാണണം. അയാൾ എഴുന്നേറ്റു. മസൂദ് അയാളുടെ പിന്നിലായി പ്രവീൺ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് കയറി. ഒറ്റ നോട്ടത്തിൽ അസാധാരണമായി ഒന്നും കണ്ടില്ല. മസൂദിന്റെ കണ്ണുകൾ ആ മുറി മുഴുവനായി സഞ്ചരിച്ചു. അവസാനം ഡോക്ടറുടെ കൺസൾട്ടിംഗ് ചീട്ടിലേക്ക് അലക്ഷ്യമായി മസൂദ് നോക്കിയപ്പോൾ അതിലെന്തോ എഴുതിയിരിക്കുന്നതായി തോന്നി. അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയ മസൂദ് ഞെട്ടിപ്പോയി. മാനുവൽ ഡോക്ടർക്ക് പെൺവേഷം കിട്ടിയ ആ മനുഷ്യൻ എഴുതിക്കൊടുത്ത അതേ വാക്കുകൾ. പ്രതികാരം എന്നർത്ഥം വരുന്ന ഗോത്രഭാഷയിലെ വാക്കുകൾ. മസൂദ് ഉടൻ തന്നെ ചോദിച്ചു, ഇവിടെ CCTV ഇല്ലേ? ഈ റൂമിനുള്ളിൽ ഇല്ല സർ, പുറത്തെ വെയിറ്റിംഗ് റൂമിലുണ്ട്, അയാൾ മറുപടി പറഞ്ഞു. മസൂദിന്റെ നിർദ്ദേശപ്രകാരം അവർ CCTV ഫുട്ടേജുകൾ പ്ലേ ചെയ്തു. മസൂദിന് തെറ്റിയിട്ടില്ലായിരുന്നു. ആ ഉയരമുള്ള മനുഷ്യൻ അയാൾ തന്നെയായിരുന്നു. മാനുവൽ ഡോക്ടറെ അവസാന യാത്രയ്ക്ക് വിളിച്ചുകൊണ്ടുപോയ സ്ത്രീരൂപത്തിൽ വന്ന പുരുഷൻ. കൂനൂർ കാട്ടിലെ വീടിനുള്ളിൽ ഇരിക്കുന്നതായി അർദ്ധരാത്രി താൻ കണ്ട അതേ മുഖം. മസൂദ് ഒന്നുകൂടി കൺസൾട്ടിംഗ് റൂം പരിശോധിച്ച ശേഷം അത് പൂട്ടി താക്കോൽ കയ്യിൽ തരാൻ അബ്ദുവിനോട് ആവശ്യപ്പെട്ടു. അബ്ദു ഉടൻ തന്നെ താക്കോലെടുത്ത് നൽകി. മസൂദ് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. തന്നെ കാത്ത് അവിടെ തന്റെ ഔദ്യോഗിക വാഹനം നിൽക്കുന്നുണ്ടായിരുന്നു. മസൂദ് ഉടൻ പോയത് തന്റെ ഓഫീസിലേക്കായിരുന്നു. ഓഫീസിൽ മീര ലാപ്ടോപ്പിൽ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രവീൺ കുമാറിന്റെ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അയാളുടെ മൊബൈൽ ഫോണിലെ ഫയലുകൾ പെട്ടെന്ന് പരിശോധിക്കാൻ മസൂദ് ആവശ്യപ്പെട്ടിരുന്നു. അതായിരുന്നു മീര തിരക്കിട്ട് പരിശോധിച്ചിരുന്നത്. മസൂദ് എത്തിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് അവൾ സല്യൂട്ട് ചെയ്തു. മീര, എനിത്തിങ് സ്പെഷ്യൽ? നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വല്ലതും? മസൂദ് ചോദിച്ചു. സർ, പ്രവീണും മാനുവലും തമ്മിലുള്ള വാട്സപ്പ് മെസ്സേജ് ഞാൻ ആദ്യമേ പരിശോധിച്ചിരുന്നു. അതിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിംഗ് പോലത്തെ സാധാരണ മെസ്സേജുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ ഞാൻ അവരുടെ SMS ഹിസ്റ്ററി പരിശോധിച്ചു സർ. അതിൽ നമുക്ക് ആവശ്യമുള്ള പലതുമുണ്ട് സർ, മീര പറഞ്ഞു. ഇത് നോക്കൂ. മീര ലാപ്ടോപ്പ് മസൂദിന് നേരെ തിരിച്ചു. അതിൽ അവരുടെ SMS ചാറ്റിംഗ് കാണാമായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു. പ്രവീൺ, ഡാ, ആ പെണ്ണ് ശരിക്കും ചത്തിട്ടില്ലേ? മാനുവൽ, അവൾ തീർന്നടാ. എന്താ നിനക്ക് സംശയം വല്ലതുണ്ടോ? ഒന്നുകൂടി പോയി നോക്കണോ? പ്രവീൺ, ഏയ്, എനിക്കൊരു സംശയം. ഇത്രയുമാണ് ആ ചാറ്റിംഗ്. അതിന്റെ ഡേറ്റ് നോക്കി വെക്കൂ മീര, മസൂദ് നിർദ്ദേശിച്ചു. യെസ് സർ, അവൾ മറുപടി പറഞ്ഞു. മസൂദ് മീരയോടായി പറഞ്ഞു. അപ്പോൾ നാം കരുതിയതുപോലെ തന്നെ പ്രവീൺ കളവു പറഞ്ഞതാണ്. പക്ഷെ അയാൾക്ക് ഒരല്പമെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ നാം ഈ SMS മുമ്പേ കണ്ടേനെ, അല്ലേ മീര? അതെ സർ, മീര മറുപടി പറഞ്ഞു. അവർ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യുമ്പോഴേക്കും മസൂദ് പ്രതീക്ഷിച്ചതുപോലെ IG-യുടെ ഫോൺ വന്നു. IG-യോട് മുഴുവൻ സംഭവങ്ങളും ലളിതമായി മസൂദ് വിവരിച്ചു. IG ചില നിർദ്ദേശങ്ങൾ നൽകി. ഫോൺ കട്ട് ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ രതീഷ് വിളിച്ചു. സർ, നമ്മുടെ സിറ്റിയിലെ മുഴുവൻ റോഡുകളും ബ്ലോക്ക് ചെയ്ത് പരിശോധിച്ചു. അവരെ കണ്ടെത്താനായില്ല. ജില്ലാ ബോർഡറുകളിലൂടെയൊന്നും അവർ കടന്നുപോയിട്ടില്ല സർ. ഇനി നിങ്ങൾ തിരിച്ചു പോന്നോളൂ രതീഷ്, നേരെ ഓഫീസിലേക്ക്. പിന്നെ ഹൈവേ പോലീസിനോട് ഫുൾ ടൈം നിരീക്ഷിക്കാൻ പറയണം. മേട്ടുപ്പാളയത്തേക്ക് വിളിച്ചിരുന്നോ? അതെ സർ, അവർ അന്വേഷിക്കുന്നുണ്ട്, രതീഷ് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ഓഫീസിലേക്ക് വരൂ. മസൂദ് അവരോട് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് ഫോണ് കട്ട് ചെയ്തു. ഒരു 7 മണിയോടെ രതീഷും സന്തോഷും മസൂദിന്റെ ഓഫീസിലെത്തിയപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയിരുന്നു. പോലീസ് സർജൻ തോമസ് സക്കറിയ തന്നെയാണ് മസൂദിന്റെ ഓഫീസിലേക്ക് റിപ്പോർട്ടുമായി എത്തിയത്. സർ, ഇത് പാമ്പ് കടിയേറ്റിട്ടുള്ള മരണം തന്നെയാണ്.
പക്ഷേ മരണത്തിന് മുമ്പ് ഇദ്ദേഹവും വല്ലാതെ ഭയന്നിട്ടുണ്ട്. മാനുവൽ ഡോക്ടറുടേതുപോലെ തന്നെ, ഡോക്ടർ തോമസ് പറഞ്ഞു. മസൂദ് അല്പം ആലോചിച്ച ശേഷം ചോദിച്ചു, ഡോക്ടർ, അയാൾ പാമ്പിനെ കണ്ട് ഭയപ്പെട്ടതാകുമോ? അങ്ങനെയുമാകാം. പക്ഷേ എനിക്ക് തോന്നുന്നു അയാൾ കണ്ടത് പാമ്പിനേക്കാൾ അയാൾ ഭയന്നിരുന്ന മറ്റെന്തിനെയോ ആണെന്നാണ്. ഡോക്ടർ തോമസ് മറുപടി പറഞ്ഞു. ഓക്കെ ഡോക്ടർ. മസൂദ് ഹസ്തദാനം ചെയ്ത് ഡോക്ടറെ യാത്ര അയച്ചു. ഡോക്ടർ പോയതിനു ശേഷം അവർ 4 പേരും ഒത്തുകൂടി. എന്തുകണ്ടായിരിക്കും പ്രവീൺ ഡോക്ടർ ഭയന്നിരിക്കുക? മസൂദ് രതീഷിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. മരിച്ചെന്നുറപ്പിച്ച വ്യക്തി മുന്നിലേക്ക് ജീവനോടെ വന്നപ്പോഴുള്ള ഷോക്ക്. രതീഷ് പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. ഗുഡ്. അപ്പോൾ മാനുവൽ ഡോക്ടർ ഭയക്കാനുള്ള കാരണവും വ്യക്തമായിട്ടുണ്ടാകുമല്ലോ. പ്രതീക്ഷിച്ച മറുപടി കിട്ടിയ സന്തോഷത്തിൽ മസൂദ് വീണ്ടും ചോദിച്ചു. യെസ് സാർ. രതീഷ് തന്നെ മറുപടി പറഞ്ഞു. സോ നമുക്ക് കിട്ടേണ്ടത് ആരെയാണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. അവർ ഇവിടം വിട്ട് പോയിട്ടുണ്ടാവില്ല എന്ന് നാം കരുതുന്നു. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ അവർ നമ്മുടെ കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടാകും. ഏതായാലും നമുക്കിനി അവരെ തേടി കാടു കയറേണ്ടി വരരുത്. അതുകൊണ്ട് നമ്മുടെ ഫോഴ്സ് 24 മണിക്കൂറും ജാഗ്രതയിലുണ്ടാവണം. രതീഷിന്റെ ഡ്യൂട്ടി ഇനി അതായിരിക്കും. മസൂദ് രതീഷിനോടായി പറഞ്ഞു. യെസ് സർ. രതീഷ് അനുസരണയോടെ പറഞ്ഞു. മീര, താൻ ഇനിയും ക്രസന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാകണം. അവിടെയും എപ്പോഴും നമ്മുടെ ശ്രദ്ധ വേണം. ഓക്കെ സർ. സന്തോഷ്, നമുക്ക് നാളെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഞാൻ രാവിലെ വിളിക്കാം. സന്തോഷിനും നിർദ്ദേശമെത്തി. അധികം വൈകാതെ അവർ പിരിഞ്ഞു. ഏകദേശം 10:30 ആയപ്പോൾ മസൂദ് വീട്ടിലെത്തി. മസൂദ് അപ്പോഴേക്കും 2 ദിവസമായിരുന്നു വീട് വിട്ടിട്ട്. കേസ് അന്വേഷണ സമയത്ത് ഇത് പതിവായതുകൊണ്ട് സൽമയ്ക്ക് പരിഭവമില്ലായിരുന്നു. ഹാദിമോൻ അതിനകം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. കുളിച്ച് ഭക്ഷണം കഴിച്ച് അവർ കിടന്നപ്പോഴേക്കും 11:30 ആയി. മസൂദ് നടന്ന മുഴുവൻ സംഭവങ്ങളും സൽമയോട് അവതരിപ്പിച്ചു. അവളോട് വിഷയം അവതരിപ്പിച്ചു കഴിയുമ്പോൾ അവളുടെ വക എന്തെങ്കിലും കമന്റ് പതിവാണ്. മസൂദ് മുഴുവൻ പറഞ്ഞു നിർത്തിയപ്പോൾ സൽമ വിളിച്ചു. ഇക്ക. എന്താടി? മസൂദ് ശാന്തനായിരുന്നു അപ്പോൾ. ഈ 2 കൊലപാതകങ്ങളുടെയും പിന്നിൽ അവരാണെങ്കിലും അവരുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നു. അവളുടെ അഭിപ്രായം വന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കാം സൽമ. പക്ഷേ അവർക്ക് നീതി കിട്ടണമെങ്കിലും നമുക്ക് അവരെ പിടിച്ചേ തീരൂ. മസൂദ് മറുപടി പറഞ്ഞു. എന്നിട്ട് അവരെ പിടിച്ചാൽ നിങ്ങൾ കൊലപാതക കുറ്റത്തിന് കേസെടുക്കില്ലേ? എനിക്കറിയില്ലേ പോലീസുകാരെ, അവൾ പ്രതിഷേധമറിയിച്ചു. മസൂദിന്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നുമില്ലായിരുന്നു. അയാൾക്ക് 2 ദിവസത്തെ ഉറക്കം തീർക്കാനുണ്ടെന്ന് അവൾക്കറിയില്ലല്ലോ. പിറ്റേന്ന് രാവിലെ 10 മണി. റെഡ് ക്രസന്റ് ഹോസ്പിറ്റൽ മാനുവൽ ഡോക്ടറുടെ കുറവ് നികത്തി തുടങ്ങിയിരുന്നു. പല ഡോക്ടർമാരും പ്രഗത്ഭരായതുകൊണ്ട് മുഴുവൻ സമയവും ഹോസ്പിറ്റൽ ജനനിമിടമായിരുന്നു. മസൂദിന്റെ നിർദ്ദേശപ്രകാരം മീരയും 1-2 സഹപ്രവർത്തകരും അവിടെ എത്തി. ഏകദേശം 10:15 ഹോസ്പിറ്റലിന്റെ പ്രധാന കവാടം കടന്നുവരുന്ന ആ വ്യക്തിയെ കണ്ട് ഹോസ്പിറ്റൽ ഒരു നിമിഷം നിശബ്ദമായി. റിസപ്ഷനിലുണ്ടായിരുന്ന സ്റ്റാഫ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുപോയി. എല്ലാവരുടെയും മുഖങ്ങളിൽ ഒരു അമ്പരപ്പ് വ്യക്തമായിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാന ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.